Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. മുഖം മറിച്ചെത്തിയ മോഷ്ടാവ് വയോധികയെ ആക്രമിച്ച 2.25 പവന്റെ സ്വർണമാല കവർന്നു. കോയിപ്ര പായത്താമ്പോയിലെ MP പാത്തുമ്മയെ ആക്രമിച്ചാണ് മാല കവർന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി പുതിയ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവരാനുള്ള ബിൽ അവതരിപ്പിച്ച് കേന്ദ്രം. VBG റാംജി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്ന ബിൽ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ലോക ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി സ്വർണം നേടി പ്രായം വെറും അക്കം മാത്രമാണെന്നും ശാരീരിക ക്ഷമത നിലനിർത്താൻ പ്രായം തടസ്സമല്ലെന്നും തെളിയിച്ചിരിക്കുകയാണ് എരമം സ്വദേശി NV മോഹൻദാസ്. ഗൾഫിൽ ജിം ട്രെയിനറായി ജോലി ചെയ്തു വരികയാണ് ഇദ്ദേഹം. ഓണക്കുന്ന് അടിപ്പാതയുടെ സർവീസ് റോഡിൽ നിന്ന് കുണിയനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം അപകടക്കെണിയൊരുക്കുന്നു. തിരക്കേറിയ ഈ ഭാഗത്ത് അപകടമില്ലാത്ത ദിവസങ്ങളില്ല. വാർത്തകൾ വിശദമായി. മുഖം മറിച്ചെത്തിയ മോഷ്ടാവ് വയോധികയെ ആക്രമിച്ച 2.25 പവന്റെ സ്വർണമാല കവർന്നു. കോയിപ്ര പായത്താമ്പൊയിലെ AP പാത്തുമ്മയെയാണ് ആക്രമിച്ച മാല കവർന്നത്. മുഖം മറിച്ചെത്തിയ മോഷ്ടാവ് തനിച്ചു താമസിക്കുന്ന വയോധികയുടെ പിന്നിലൂടെ എത്തി ആക്രമിച്ച കഴുത്തിലുണ്ടായിരുന്ന 2.25 പവന്റെ സ്വർണമാല കവർന്നു. എരമംകുറ്റൂർ പഞ്ചായത്തിലെ കോയിപ്ര പായത്താമ്പൊയിലിൽ താമസിക്കുന്ന MP പാത്തുമ്മയുടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണമാലയാണ് കവർന്നത്. കാതിലുണ്ടായിരുന്ന ആഭരണങ്ങളും പറിച്ചെടുക്കാൻ ശ്രമം നടത്തിയെങ്കിലും വയോധിക ചെറുത്തുനിന്നതോടെ മോഷ്ടാവ് മാലയുമായി കടന്നുകളയുകയായിരുന്നു. തിങ്കളാഴ്ച വൈകിട്ട് 3:45 പാത്തുമ്മ വീട്ടിൽ നിസ്കരിക്കുന്നതിനിടെയാണ് സംഭവം. ഇവരുടെ മകൾ വിവാഹത്തിനു ശേഷം കോഴിക്കോട് താമസമായതിനാൽ ഇവർ തനിച്ചാണ് വീട്ടിൽ താമസിച്ചു വന്നിരുന്നത്. ആൺമക്കൾ 2 പേരും വിദേശത്താണ്. മോഷ്ടാവുമായുണ്ടായ പിടിവലിക്കിടെ കഴുത്തിനും കാതിനും കണ്ണിനും പരിക്കേറ്റ ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടി. ഞാനിവിടെ നിസ്കരിക്കുമ്പോൾ ഇങ്ങനെ വന്നില്ലെന്ന് എനിക്കറിയില്ല. ചങ്ക് പിടിച്ചതോ ഇതിന് മുണ്ട് കണ്ണിന് പൊത്തിയിട്ടാണ് ചെയ്തിന്. എന്താണെന്ന് ഏതാണെന്നൊന്നും മനസ്സിലാകുന്നില്ല. പിന്നെ ചങ്ക് പിടിച്ച് നോക്കി മാല പൊട്ടിച്ചു കൊണ്ടുപോയി. എൻ്റെ കൈക്ക് വളയുണ്ടായി, അത് ഊരി എല്ലാം കൊണ്ടുപോയതാ. ഞാൻ വെച്ചാൽ എന്താണ് പിന്നത്തെ ഒന്നും ഞാൻ അറിയുന്നില്ല. എന്നെ ഇട്ടതോ വീണതോ ഒന്നും അറിയുന്നില്ല. സംഭവം ചാരിയതാണ്, പൂട്ടിയിട്ടില്ല. അവൻ തുറന്നിട്ട് വന്ന് കയറിയതാണ്. ആരാന്നില്ല, വൃത്തം കിട്ടിയിട്ടില്ലല്ലോ. കിട്ടിയാലേ പറയാൻ കഴിയുമല്ലോ. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി. ചൊവ്വാഴ്ച രാവിലെ പയ്യന്നൂർ DYSP K വിനോദ്കുമാർ, പെരിങ്ങോം CI മഹേഷ് കണ്ടമ്പേത്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി പുതിയ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവരാനുള്ള ബിൽ അവതരിപ്പിച്ച് കേന്ദ്രം. VBG റാംജി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്ന ബിൽ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. 2005 അന്നത്തെ UPA സർക്കാർ ആരംഭിച്ച MGNREGA പദ്ധതി പ്രകാരം ഗ്രാമീണ മേഖലയിലെ തൊഴിലാളികൾക്ക് 100 ദിവസത്തെ തൊഴിൽ ഉറപ്പു നൽകിയിരുന്നു. പുതിയ ബില്ല് 100 ദിവസത്തെ തൊഴിൽ എന്നത് 125 ദിവസമായി ഉയർത്താൻ നിർദ്ദേശിക്കുന്നു. ജോലി പൂർത്തിയായതിനു ശേഷം 15 ദിവസത്തിനുള്ളിൽ വേതനം നൽകണമെന്നും ബില്ലിൽ നിർദ്ദേശമുണ്ട്.
സമയപരിധിക്കുള്ളിൽ വേതനം നൽകാത്ത പക്ഷം തൊഴിൽ രഹിത വേതനത്തിനും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. ജലസുരക്ഷ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ, ഉപജീവന അടിസ്ഥാന സൗകര്യങ്ങൾ, ദുരന്ത പ്രതിരോധം എന്നിങ്ങനെ 4 വിഭാഗങ്ങളായി തിരിച്ചായിരിക്കും പദ്ധതി പ്രകാരം ജോലി നിശ്ചയിക്കുക എന്നുമാണ് റിപ്പോർട്ട്. സുതാര്യത ഉറപ്പാക്കാൻ ബയോമെട്രിക്സ്, ജിയോ ടാഗിംഗ് സംവിധാനങ്ങളും ഏർപ്പെടുത്തും. വിവിധ തലങ്ങളിൽ പരാതി പരിഹാരത്തിനും വ്യവസ്ഥയുണ്ട്. പുതിയ നിയമപ്രകാരം ഡിമാൻഡിനനുസരിച്ച് തൊഴിൽ എന്ന തത്വം അവസാനിപ്പിച്ചു. പകരം വാർഷിക സംസ്ഥാന അലോക്കേഷൻ അനുസരിച്ച് തൊഴിൽ എന്നതായി തത്വം. കേന്ദ്ര സർക്കാർ അവരുടെ മാനദണ്ഡമനുസരിച്ച് ഓരോ സംസ്ഥാനത്തിനുമുള്ള അലോക്കേഷൻ നിശ്ചയിക്കുന്നു. അതിനു മുകളിൽ തൊഴിൽ നൽകണമെങ്കിൽ സംസ്ഥാന സർക്കാർ പണം കണ്ടെത്തണം. ഇപ്പോൾ മെറ്റീരിയൽ കോസ്റ്റിന്റെ 25% സംസ്ഥാനം വഹിച്ചാൽ മതി. ബാക്കി മുഴുവൻ കേന്ദ്ര ഫണ്ടായിരുന്നു. ഇനിമേൽ തൊഴിലുറപ്പിന്റെ കൂലിയടക്കം 40% സംസ്ഥാന സർക്കാരിന് ചിലവാകും. ഇനി മുതൽ പഞ്ചായത്തുകളായിരിക്കില്ല ചെയ്യേണ്ട പ്രവൃത്തികൾ തീരുമാനിക്കുന്നത്. പ്രധാനമന്ത്രി ഘടി ശക്തി ഇന്റഗ്രേഷൻ എന്ന ഡിജിറ്റൽ ഗ്രിഡിൽ ഉൾക്കൊള്ളിച്ചുള്ള പ്രൊജക്ടുകളോ സ്കീമുകളോ വേണം തിരഞ്ഞെടുക്കാൻ. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. ലോക ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്കു വേണ്ടി സ്വർണം നേടി. പ്രായം വെറും അക്കം മാത്രമാണെന്നും ശാരീരികക്ഷമത നിലനിർത്താൻ പ്രായം തടസ്സമല്ലെന്നും തെളിയിച്ചിരിക്കുകയാണ് പയ്യന്നൂർ എരമം സ്വദേശി NV മോഹൻദാസ്. ഗൾഫിൽ ജിം ട്രെയിനറായി ജോലി ചെയ്തു വരികയാണ് ഇദ്ദേഹം. ഞാനിപ്പോൾ നിൽക്കുന്നത് പയ്യന്നൂരിലെ RR ജിമ്മിലാണ്. ഇവിടെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു വ്യക്തിത്വമാണുള്ളത്. ഇന്തോനേഷ്യയിൽ വെച്ച് നടന്ന 16ാമത് ലോക ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി മത്സരിച്ച് 1ാം സ്ഥാനം, അതായത് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ എരമം സ്വദേശി മോഹൻദാസ് ആണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തെ പരിചയപ്പെടാം. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു രംഗത്തേക്ക് വന്നത്? ഈ രംഗത്തേക്ക് കടന്നു വരാൻ കാരണം ഈ ബോഡി ബിൽഡിങ്ങിനോടുള്ള താല്പര്യം തന്നെയാണ്. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഞാൻ എപ്പോഴും ആൾക്കാരുടെ ശരീരത്തെ ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ നമ്മളെക്കാട്ടും മുതിർന്ന ആൾക്കാരുടെയൊക്കെ വികസിച്ച ശരീരമൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് അതുപോലെ ഉണ്ടാക്കുക എന്നൊരു ചിന്ത ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. ആ ഒരു ചിന്തയുടെ പരിസമാപ്തിയാണ് ഒരു ലോക ചാമ്പ്യൻ എന്ന നിലയിൽ ഇന്ന് എനിക്ക് അറിയപ്പെടാൻ സാധിക്കുന്നത്. അതിനു വേണ്ടി എടുത്ത മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ്? മുന്നൊരുക്കങ്ങൾ ആദ്യമായിട്ട് ചെയ്തത് ജിംനേഷ്യത്തിൽ ചേരുക എന്നുള്ളതാണ് ഒരു ബോഡി ബിൽഡർ ആവാൻ ചെയ്യേണ്ടത്. പിന്നീട് നിരവധി അധ്യാപകരുടെ ശിക്ഷണത്തിലും അവരുടെ അനുസരണയോടുകൂടെ ശ്രദ്ധിച്ച് പഠിച്ച് മുന്നോട്ട് പോവുകയാണ്. പിന്നെ ഭക്ഷണക്രമം, അതിൽ ആദ്യമായിട്ട് എൻ്റെ മാതാപിതാക്കളോട് നന്ദി പറയുന്നു, ഗുരുക്കന്മാരോട് നന്ദി പറയുന്നു. എന്നെ അതിന് സഹായിച്ച പയ്യന്നൂർ നിവാസികളോടും എരമൻ നിവാസികളോടും ഒക്കെ നന്ദി പറയുന്നു. പലരും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്താണ് പ്രോട്ടീൻ ഉപയോഗിക്കാറുണ്ടോ? അങ്ങനെയാണ് ആൾക്കാരുടെ ചിന്താഗതികൾ. പ്രോട്ടീൻ ഇപ്പോഴും ഉപയോഗിക്കണം. കാരണം ഞാനിപ്പോഴും മത്സരിച്ചത് ഒരു പഞ്ചായത്ത് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിലോ ഡിസ്ട്രിക്റ്റിലോ സ്റ്റേറ്റിലോ ഒന്നല്ല, വേൾഡ് ചാമ്പ്യൻഷിപ്പിലാണ്. അപ്പോൾ പഴയ കാലഘട്ടങ്ങളിൽ നമ്മുടെ ആൾക്കാർക്ക് എന്തുകൊണ്ട് വേൾഡ് ചാമ്പ്യനോ മറ്റ് രീതിയിൽ ഏഷ്യൻ ചാമ്പ്യനോ ആകാൻ ആയവരുണ്ട്. വളരെ കുറച്ച് പേരാണ്, വിരലിലെണ്ണാൻ പറ്റുന്ന പേരാണ്. അപ്പോൾ അതിനുള്ള കാരണം എന്താണ്? അത്രയധികം നോളജ് നമുക്കുണ്ടായിരുന്നില്ല. ഇന്ന് യൂട്യൂബും വാട്സപ്പും ഇൻസ്റ്റഗ്രാമും ഒക്കെ വന്നതിന് ശേഷം എല്ലാവരിലും നോളജ് എത്തി. അന്ന് ചിലരിൽ മാത്രമാണ് അറിവുണ്ടായിരുന്നത്. അവരാ അറിവ് മറ്റാൾക്കാർക്കും കൊടുക്കാതെ അവരിൽ മാത്രം ഒതുക്കിയിരുന്നു, അല്ലെങ്കിൽ അവരുടെ സ്റ്റുഡൻറ്റിൽ മാത്രം ഒതുക്കിയിരുന്നു. അതുപോലെ വിദേശികൾ കഴിക്കുന്ന അതേ രീതിയിലുള്ള ഭക്ഷണം നമ്മൾ കഴിച്ചാൽ മാത്രമേ വിദേശികളോട് മറ്റ് രാജ്യക്കാരാണ്, അവരുടെ ശരീരഘടന വ്യത്യസ്തമാണ്, ജീവിത രീതി വ്യത്യസ്തമാണ്, കാലാവസ്ഥ വ്യത്യസ്തമാണ്. ഇതിനോടൊക്കെ പൊരുതണമെങ്കിൽ അവർ കഴിക്കുന്ന ഭക്ഷണവും അവർ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഭക്ഷണവും നമ്മൾ ഉപയോഗിച്ചേ പറ്റൂ. അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഈ വിജയം നേടാൻ കഴിഞ്ഞത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചാൽ, ഞാൻ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. ആദ്യമായിട്ട് ഏഷ്യയിൽ മത്സരിച്ചപ്പോൾ എനിക്ക് ലഭിച്ചത് 5ാം സ്ഥാനമാണ്.
ആ 5ാം സ്ഥാനത്തിൽ നിന്നാണ് വേൾഡിൽ മത്സരിച്ചപ്പോൾ എനിക്ക് 1ാം സ്ഥാനം കിട്ടിയത്. അപ്പോൾ അത് ആദ്യമായിട്ടാണ് ഒരാൾക്ക് മത്സരിച്ച ഉടനെ തന്നെ 1ാം സ്ഥാനം ലഭിക്കുന്നത്. നല്ലൊരു ചാലഞ്ചായിരുന്നു. വളരെ കഠിനമായ പരിശ്രമം വേണ്ടി വരുന്നു. ഏഷ്യയിൽ 1ാം സ്ഥാനം കിട്ടിയ ആളെയാണ് പരാജയപ്പെടുത്തിയത്. എൻ്റെ ഒന്നിച്ചെന്നെ ഉണ്ടായിരുന്ന ആളാണ്. പിന്നീട് ഈ ക്ലാസ്സിൽ ഫസ്റ്റും സെക്കൻഡും തേർഡും കിട്ടിയവരൊക്കെ മുൻ ലോക ചാമ്പ്യന്മാരാണ്. ഈസി അല്ല, വേൾഡ് ചാമ്പ്യൻഷിപ്പാണ്. നമ്മളത് ഈസി ആയിട്ട് കണക്കാക്കേണ്ട മാസ്റ്ററാണെന്ന് കരുതി ഏകദേശം 68ഓളം രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ പങ്കെടുത്തിരുന്നു. വേൾഡിൽ മത്സരിച്ചിട്ട് എന്തായാലും ആദ്യ അവസരത്തിൽ തന്നെ 1ാം സ്ഥാനം നേടാൻ സാധിച്ചത് ചെറിയ കാര്യമല്ല. അപ്പോൾ ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രകളിലും ഈ വിജയം ആവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറാമാൻ അഗ്നിവേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. ഓണക്കുന്ന് അടിപ്പാതയുടെ സർവീസ് റോഡിൽ നിന്ന് കുണിയനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം അപകടക്കെണിയൊരുക്കുന്നു. തിരക്കേറിയ ഈ ഭാഗത്ത് അപകടമില്ലാത്ത ദിവസങ്ങളില്ല. ദേശീയപാതയിൽ ഓണക്കുന്ന് അടിപ്പാതയിൽ സർവീസ് റോഡിൽ നിന്ന് കുണിയൻ റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം അപകടക്കെണിയൊരുക്കുന്നു. സർവീസ് റോഡും ഓവുചാലും തമ്മിലുള്ള ഉയര വ്യത്യാസമാണ് അപകടമുണ്ടാക്കുന്നതിന്റെ കാരണം. തിരക്കേറിയ ഈ ഭാഗത്ത് അപകടമൊഴിയാത്ത ഒരു ദിവസവും കടന്നു പോകാറില്ല. PWDയുടെ അധീനതയിലുള്ള തൃക്കരിപ്പൂർ മാത്തിൽ റോഡാണിത്. 100 കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി ഓരോ നേരവും കടന്നു പോകുന്നത്. ഇവിടെ നിർമ്മിച്ച ഓവുചാലിന് കുണിയൻ റോഡിനേക്കാളും സർവീസ് റോഡിനേക്കാളും ഉയരക്കൂടുതലാണ്. ഇതുമൂലം കുണിയൻ റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ നിരവധി മോട്ടോർ സൈക്കിളുകൾ മറിഞ്ഞു വീഴുന്നത് പതിവ് കാഴ്ചയാണ്. കാറുകളുടെയും മറ്റും അടിഭാഗം ഓവുചാലിന്റെ കോൺക്രീറ്റ് സ്ലാബിൽ അടിക്കുകയും ചെയ്യുന്നു. സർവീസ് റോഡിലൂടെ പയ്യന്നൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കുണിയൻ റോഡിലേക്ക് പ്രവേശിക്കുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ്. വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന രീതിയിൽ ഉയരവ്യത്യാസം പരിഹരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഓണക്കുന്ന് അണ്ടർപാസേജിൻ്റെ അടുത്താണ്. അത് കുറേ നാളായിട്ട് ഇവിടെ ഈ അണ്ടർപാസേജ് ഇവിടെ ഡ്രെയിനേജ് കുറച്ച് ഉയർന്നതുകൊണ്ട് ഒരുപാട് വലിയ ഗട്ടറൊക്കെ ഉണ്ടായിട്ട് അവിടെ ഈ സ്കൂട്ടികൾ പിന്നെ ദിവസം ആക്സിഡൻ്റ് ഇല്ലാത്ത ദിവസങ്ങളില്ല. എൻ്റെ മുമ്പ് തന്നെ ആയതുകൊണ്ട് എനിക്ക് എപ്പോഴും ഇത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അവിടെ ഒരു വലിയൊരു ഗട്ടർ പിന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു താറിട്ടിട്ട് ഗട്ടർ ലെവലാക്കിയിട്ട് ആ അണ്ടർപാസേജ് ലെവലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് അത് കിട്ടുന്നതാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ബുദ്ധന്റെ പൂർണ്ണകായ ശില്പമൊരുക്കി പിലാത്തറ പെരിയാട്ടെ കമൽ കുതിരുമ്മൽ. 1.5 മാസത്തെ കഠിനാധ്വാനത്തിലൂടെയാണ് കമൽ ഈ ശില്പം പൂർത്തിയാക്കിയത്. 4 അടി ഉയരത്തിലുള്ള ബുദ്ധന്റെ മനോഹരമായ പൂർണ്ണകായ ശില്പമൊരുക്കി ശ്രദ്ധേയനാവുകയാണ് പിലാത്തറ പെരിയാട്ടെ ശില്പി കമൽ കുതിരുമ്മൽ. 1.5 മാസത്തെ കഠിനാധ്വാനത്തിലൂടെയാണ് കമൽ ഈ ശില്പം പൂർത്തിയാക്കിയത്. മൈസൂരിലെ ഒരു സ്വകാര്യ റിസോർട്ടിന് വേണ്ടിയാണ് ഈ ശില്പം നിർമ്മിച്ചത്. ആദ്യം കളിമണ്ണിൽ രൂപപ്പെടുത്തിയ ശില്പം നിലവിൽ ഫൈബർ ഗ്ലാസിലേക്ക് മാറ്റുന്നതിനുള്ള അവസാന ഘട്ടത്തിലാണ്. കമൽ കുതിരുമ്മലിന്റെ ശില്പവൈദഗ്ധ്യം വിളിച്ചോതുന്നതാണ് ഈ സൃഷ്ടി. ഈ ബുദ്ധശില്പം കുറഞ്ഞ സമയം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് കമൽ പ്രതികരിച്ചു. ഇത് 4 അടി ഹൈറ്റിലെ പൂർണ്ണകായ ബുദ്ധ പ്രതിമയാണ്. മൈസൂര് ഒരു സ്വകാര്യ റിസോർട്ടിലേക്ക് കൊണ്ട് ചെയ്തതാണ്. ഒരു 1.5 മാസത്തോളം സമയമെടുത്ത് ചെയ്ത് ഇതിന് പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ മോൾഡ് എടുത്ത് ഫൈബർ ഗ്ലാസ്സിലേക്ക് വന്ന് കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ അടുത്ത കാലത്ത് ഒരു ഗാന്ധി ശില്പം ചെയ്തിട്ടുണ്ട് എതിർദിശ മാസികയുടെ ഓഫീസിലേക്ക് വേണ്ടി. ഏറ്റവും കൂടുതൽ ചെയ്തത് ഗാന്ധി ശില്പമാണ്. അത് ഏതൊരു ശില്പിയായാലും നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ഉണ്ടാവുക. പിന്നെ നാരായണ ഗുരുവിൻ്റെ 1-2 ശില്പങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പൂർണ്ണകായ ശില്പങ്ങളാണ്. ഗാന്ധിയുടെ മാത്രമേ അർദ്ധകായ ശില്പങ്ങളില്ല. ഇതാദ്യമായല്ല കമലിന്റെ കരവിരുത് ശ്രദ്ധ നേടുന്നത്. ഇതിനോടകം 8ഓളം ഗാന്ധി ശില്പങ്ങൾ, ശ്രീനാരായണ ഗുരു, ശിവൻ തുടങ്ങിയ നിരവധി ശില്പങ്ങൾ ഇദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. കമലിന്റെ കലാസബരിക്ക് ഭാര്യ ഷീജ, മകൻ കണ്ണൻ എന്നിവർ പൂർണ്ണ പിന്തുണ നൽകി ഒപ്പമുണ്ട്. അവരുടെ സഹകരണവും പ്രോത്സാഹനവുമാണ് പുതിയ ശില്പങ്ങൾ ഒരുക്കാൻ തനിക്ക് പ്രചോദനമാകുന്നതെന്ന് കമൽ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ഓണക്കുന്നിലെ അങ്കണവാടി. ഓടിട്ട ചെറിയ കെട്ടിടത്തിലാണ് ഇവിടെ അങ്കണവാടി പ്രവർത്തിക്കുന്നത്. പ്രധാന പാതയിൽ നിന്ന് ഈ അങ്കണവാടിയിലേക്ക് എത്തിച്ചേരുന്നതിനും ഏറെ പ്രയാസം നേരിടേണ്ടി വരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ഓണക്കുന്നിലെ അങ്കണവാടി. ഓടിട്ട ചെറിയ കെട്ടിടത്തിലാണ് ഇവിടെ അങ്കണവാടി പ്രവർത്തിക്കുന്നത്. വിദ്യാലയങ്ങൾ ഹൈടെക്കായി കുട്ടികളെ ആകർഷിക്കുമ്പോഴാണ് ഈ അങ്കണവാടിക്ക് ഇങ്ങനെയൊരു ദുര്യോഗം വന്നിരിക്കുന്നത്. ഇവർക്ക് കളിക്കാനുള്ള സൗകര്യമോ മറ്റ് സംവിധാനങ്ങളോ ഇവിടെയില്ല. മഴയായാൽ
വെള്ളം മുറ്റത്താകെ തളം കെട്ടിക്കിടക്കും. പ്രധാന പാതയിൽ നിന്ന് അങ്കണവാടിയിലേക്ക് എത്തിച്ചേരുക എന്നതും ഏറെ പ്രയാസമേറിയ കാര്യമാണ്. ഒരു ഭാഗം കാട് മൂടിക്കിടക്കുന്നതും കാണാം. മഹിളാ സമാജത്തിന്റെ കെട്ടിടത്തിലാണ് അങ്കണവാടി പ്രവർത്തിക്കുന്നത്. സ്കൂൾ ഗ്രൗണ്ട് നവീകരണത്തിന് 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. സ്ഥലം കൈവശമുള്ളവരും മറ്റുള്ളവരും നാടിനു വേണ്ടി ഒത്തൊരുമയായി നിന്നാൽ അങ്കണവാടി നല്ലൊരു കെട്ടിടത്തിലേക്ക് മാറി പ്രശ്നം പരിഹരിക്കാവുന്നതേയുള്ളൂ. അതിന് ബന്ധപ്പെട്ടവർ മനസ്സുവെക്കണം എന്ന് മാത്രം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കൂൺ കൃഷിയിൽ വിജയത്തിളക്കവുമായി അരവഞ്ചാൽ തങ്കനാട്ടുപൊയിലിലെ ഷീജ PV. വെറുതെ വീട്ടിലിരുന്നപ്പോൾ തുടങ്ങിയ കൂൺ കൃഷി ഇന്ന് ഷീജയ്ക്ക് വലിയൊരു വരുമാനമാർഗം കൂടിയാണ്. കൂൺ കൃഷിയിൽ വിജയത്തിളക്കവുമായി അരവഞ്ചാൽ തങ്കനാട്ടുപൊയിലിലെ ഷീജ PV. കൊറോണ സമയത്ത് വെറുതെ ഇരുന്നപ്പോഴാണ് കൂൺ കൃഷിയിൽ ആകൃഷ്ടയാകുന്നത്. പന്നിയൂർ, കരിമ്പം എന്നിവിടങ്ങളിൽ നിന്നും പരിശീലനം നേടുകയും ചെയ്തു. ഇപ്പോൾ 3 വർഷമാകുന്നതേയുള്ളൂ കൂൺ കൃഷി ഒരു സംരംഭം എന്ന നിലയിൽ തുടങ്ങിയിട്ട്. വീടിനോട് ചേർന്നാണ് ഷീജയുടെ ഹൈടെക് ഫാം സ്ഥിതി ചെയ്യുന്നത്. ആദ്യം വൈക്കോലിലും ചകിരിച്ചോറിലുമായിരുന്നു തുടക്കം. അത് വിജയമാകാതെ വന്നതോടെയാണ് ശീതീകരിച്ച ഹൈടെക് ഫാമിലേക്ക് തിരിയുകയും വിജയം വരിക്കുകയും ചെയ്തത്. അറക്കപ്പൊടി പ്ലാസ്റ്റിക് കവറുകളിൽ നിറച്ച് ചിപ്പിക്കൂൺ വിത്തുകൾ നിക്ഷേപിക്കുന്നു. ഇരുട്ടുമുറിയിൽ ഇത് 20 ദിവസത്തോളം സൂക്ഷിക്കണം. എല്ലാ ദിവസവും വിത്തുകൾ ഇടുന്നു. ഇതുകൊണ്ട് തന്നെ എല്ലാ ദിവസങ്ങളിലും വിളവെടുക്കുവാനും സാധിക്കുന്നു. നിലവിൽ 1000 ബാഗുകൾ സ്ഥാപിക്കുവാനുള്ള സൗകര്യമുണ്ട്. സമീപ പ്രദേശങ്ങളിലെല്ലാം ഷീജയുടെ ചിപ്പിക്കൂൺ വിൽപ്പനയ്ക്കുണ്ട്. കൂണുകൊണ്ട് ഷീജ ഉണ്ടാക്കാത്ത വിഭവങ്ങളില്ല. കോഫി പൗഡർ, അച്ചാർ, ചമ്മന്തിപ്പൊടി, ലഡു, ചപ്പാത്തി, സ്നാക്സ്, സൂപ്പ്, സോപ്പ് മുതൽ ബിരിയാണിയും പായസവും വരെ ഷീജ കൂണിൽ നിന്നുണ്ടാക്കുന്നുണ്ട്. ഹൈടെക് കൂൺ കൃഷിയാണ്. ഹൈടെക് ഫാം എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ട് ഫാനമ്പാഡ് സിസ്റ്റവും പിന്നെ പെല്ലറ്റും ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഇപ്പോൾ പുതിയ സംവിധാനം വന്നത്. വൈക്കോലിന് പകരം ഇപ്പോൾ വരുന്ന ഒരു മാധ്യമമാണ് പെല്ലറ്റ് ഉപയോഗിച്ച് അത് തിളച്ച വെള്ളത്തിൽ പിന്നെ വെള്ളമൊഴിച്ച് വെച്ച് പിന്നീട് അത് പിറ്റേ ദിവസം അത് തണുത്തതിന് ശേഷം വിത്തിട്ട് 15 ദിവസം വരെ അത് ഡാർക്ക് റൂമിൽ സെറ്റ് ചെയ്ത് പിന്നെ എടുത്ത് 15 ദിവസത്തിന് ശേഷം ചെറിയ കീറിലിട്ട് ഉറിയിൽ തൂക്കി 20 ദിവസം കഴിയുമ്പോൾ പാകമായി മൊട്ട് വന്ന് വിളവെടുക്കാൻ പറ്റും. മാത്തിൽ ആസ്ഥാനമായുള്ള പനങ്ങാട് ഓർഗാനിക് പോയിന്റിലെ അംഗം കൂടിയാണ് ഷീജ. പെരിങ്ങോം കൃഷിഭവൻ, ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയെല്ലാം ഷീജയെ അനുമോദിച്ചിരുന്നു. ജില്ലയിലെ മികച്ച 2ാമത്തെ കൂൺ കർഷകയ്ക്കുള്ള അവാർഡും ഷീജയെ തേടിയെത്തിയിരുന്നു. ഭർത്താവ് പുഷ്കരനും മകൻ അമറും വിദേശത്താണ്. ഇവരുടെ പിന്തുണ വളരെ വലുതാണെന്നും ഷീജ പറയുന്നു. ഭാവിയിൽ വിദേശത്തേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുവാനുള്ള പദ്ധതിയിലാണ് ഷീജ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ആലക്കാട് സ്വദേശിനി മീനാക്ഷി രാജഗോപാലൻ നമ്പ്യാർ രചിച്ച കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ നടന്നു. AK കുഞ്ഞിരാമൻ പണിക്കർ പ്രകാശനം നിർവഹിച്ചു. മീനാക്ഷി രാജഗോപാലൻ നമ്പ്യാരുടെ ആദ്യ കവിതാ സമാഹാരമായ സമർപ്പണത്തിന്റെ പ്രകാശനം പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. പ്രശസ്ത സിനിമാ സംവിധായകൻ AK കുഞ്ഞിരാമൻ പണിക്കർ പ്രകാശനം നിർവഹിച്ചു. മനുഷ്യ മനസ്സിന്റെ ഏതോ കോണിൽ ഒരു ഇച്ഛാശക്തി പോലെ രൂപപ്പെട്ട തൻ്റെ ആഗ്രഹം ഇപ്പോൾ ഏകദേശം 70 വയസ്സ് കഴിഞ്ഞു. ഈ സമയത്തും ഈ വയസ്സാകാലത്തും അത് സാധിച്ചെടുത്തു എന്നത് ഒരു മഹാഭാഗ്യമാണ്, മഹാപുണ്യമാണ്. അത് ഇച്ഛാശക്തിയുടെ ഫലമാണ്. ഇവിടെയാണ് ചില ആഗ്രഹങ്ങൾ വേണമെന്ന് തോന്നിയാൽ അത് സാധിക്കും. അധ്യാപകനും എഴുത്തുകാരനുമായ പ്രമോദ് ആലപ്പടമ്പൻ പുസ്തകം ഏറ്റുവാങ്ങി പുസ്തക പരിചയം നടത്തി. പ്രൊഫസർ CP രാജീവൻ അധ്യക്ഷത വഹിച്ചു. കുഞ്ഞപ്പൻ തൃക്കരിപ്പൂർ, P സുധീഷ് മാസ്റ്റർ, K സുനിത തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മീനാക്ഷി രാജഗോപാലൻ നമ്പ്യാർ മറുപടി പ്രസംഗം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഗുരുവായൂർ അമ്പലത്തിലെ കിഴക്കേ നടയിൽ മഞ്ജുളാലിൽ സ്ഥാപിക്കുന്നതിനുള്ള 6 അടി ഉയരമുള്ള കുചേല ശില്പം ശില്പി ഉണ്ണിക്കാനായിയുടെ പണിപ്പുരയിൽ ഒരുങ്ങുന്നു. അവിൽപ്പൊതിയുമായി ഗുരുവായൂർ ക്ഷേത്രനടയിലേക്ക് ഭക്തിയോടെ നോക്കുന്ന രീതിയിലുള്ള കുചേല ശില്പമാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്.
ഫൈബർ മാറ്റും റിസ്കിനും ഉപയോഗിച്ച് കാലങ്ങളോളം നിലനിൽക്കുന്ന രീതിയിലാണ് ശില്പം നിർമ്മിച്ചിട്ടുള്ളത്. മഞ്ജുളാൽ തറയിലെ ഗരുഡ ശില്പവും ശില്പി ഉണ്ണിക്കാനായി തന്നെയാണ് നിർമ്മിച്ചത്. ക്ഷേത്രനടയിൽ ആലിൻ ചുവട്ടിൽ കയ്യിൽ ഓലക്കുടയും വടിയും എടുത്ത തോളിൽ വെച്ച് വലതുകൈ ഇടനെഞ്ചിൽ വെച്ച് തോളിൽ തുണിസഞ്ചിയും അരയിൽ അവൽപ്പൊതിയുമായി ഗുരുവായൂർ ക്ഷേത്രനടയിലേക്ക് ഭക്തിയോടെ നോക്കുന്ന രീതിയിലാണ് കുചേല ശില്പം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. 2 മാസം സമയമെടുത്താണ് ശില്പം പൂർത്തിയാക്കിയത്. ഗുരുവായൂർ അമ്പലത്തിലെ കിഴക്കേ നടയിൽ മഞ്ജുളാൽ തറയിൽ സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ കുചേല ശില്പം ഒരുക്കിയിരിക്കുന്നത്. 6 അടി വരെയുള്ള ഈ കുചേല ശില്പം 2 മാസം സമയത്താണ് പൂർത്തിയാക്കിയത്. മഞ്ജുളാൽ തറയിൽ പഴയ സിമന്റിൽ തീർത്ത ഗരുഡ ശില്പം കാലപ്പഴക്കത്താൽ നശിച്ചപ്പോൾ അത് പുതുക്കി വെങ്കലത്തിൽ നിർമ്മിച്ചത് കഴിഞ്ഞ വർഷമാണ്. അപ്പോൾ ആ ആൽത്തറയിലുണ്ടായിരുന്ന കുചേല ശില്പം പഴയ ജീർണിച്ച അവസ്ഥയിലുണ്ടായ കുചേല ശില്പം അവിടെ നിന്ന് നീക്കം ചെയ്ത് അതേ സ്ഥലത്തേക്കാണ് ഈ പുതിയ കുചേല ശില്പം ഒരുക്കുന്നത്. ഭക്തരുടെ നിരന്തര ആവശ്യപ്രകാരം ആണ് ഈ ഒരു ശില്പത്തിന്റെ ഈ നിർമ്മാണം ഈ രീതിയിൽ എത്താൻ സഹായിച്ചത്. ദേവസ്വം ബോർഡും അതുപോലെ വേണുകുന്നംപള്ളി പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവായ വേണുകുന്നംപള്ളിയുടെ സഹായത്തോടെയാണ് ഈ ശില്പം പൂർത്തിയാക്കുന്നത്. അതുപോലെ ഉണ്ണി പാവർട്ടി എന്ന ഒരു സുഹൃത്തും ഇതിന്റെ സഹായത്തിന് കൂടെയുണ്ട്. ഉണ്ണി കാനായിക്ക് സഹായികളായി സുരേഷ് അമ്മാനപ്പാറ, വിനേഷ് കോയിക്കിൽ, ഷൈജിത്ത് EP, ബാലൻ പാച്ചേനി, രതീഷ് വിറകൻ, അർജുൻ കാനായി എന്നിവരുമുണ്ടായിരുന്നു. കുചേല ശില്പം ഡിസംബർ 17 രാവിലെ 9 മണിക്ക് ക്ഷേത്രനടയിൽ മഞ്ജുളാൽ തറയിൽ അനാച്ഛാദനം ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ശ്രീ പുളുക്കൂക്കാവ് സംരക്ഷണ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആചാരപ്പെടൽ ചടങ്ങ് നടന്നു. രാമന്തളിയിലെ അഭിനവിനാണ് പണിക്കർ പദവി നൽകി ആചാരപ്പെടുത്തൽ ചടങ്ങ് നടത്തിയത്. രാമന്തളിയിലെ അനീഷ് പണിക്കറുടെയും ഷീബയുടെയും മകനായ 20 വയസ്സുകാരൻ അഭിനവിനെയാണ് പണിക്കർ പദവി നൽകി ആചാരപ്പെടുത്ത ചടങ്ങ് നടത്തിയത്. തെയ്യക്കോലങ്ങളെ ആചാരാനുഷ്ഠാനത്തോടെ കെട്ടിയാടി മികച്ച കലാകാരനായി വളർന്നുവരുന്ന യുവപ്രതിഭയാണ് അഭിനവ്. അദ്ദേഹത്തിന്റെ ഈ രംഗത്തെ ശ്രദ്ധേയമായ പ്രവർത്തനം കണക്കിലെടുത്താണ് രാമന്തളി ശ്രീ പുളുക്കൂക്കാവ് സംരക്ഷണ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പണിക്കർ പദവി നൽകി ആദരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് രാമന്തളി ശ്രീ ശങ്കരനാരായണ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ വെച്ച് ക്ഷേത്രം തിരുമുൻപ് ബാലസുബ്രഹ്മണ്യൻ പട്ടും വളയും നൽകി അഭിനവിനെ പണിക്കർ പദവി നൽകി പേര് ചൊല്ലി വിളിച്ച് ആചാരപ്പെടുത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഒരു വാഴ കുലച്ചു കാണാൻ കർഷകർ എന്തൊക്കെ പെടാപ്പാട് കഴിക്കണം. എന്നാൽ തൃക്കരിപ്പൂർ തങ്കയത്ത് വീട്ടുപറമ്പിൽ മുറിച്ചുമാറ്റിയ തണ്ടിൽ കുലച്ചത് പൂവൻ വാഴക്കുല. പതിറ്റാണ്ടുകളായി ദുബായിൽ കൺഫെഷണറി മാനേജറായി പ്രവർത്തിച്ചു വരുന്ന തൃക്കരിപ്പൂർ തങ്കയം ജുമാ മസ്ജിദിന് സമീപത്തെ EV ഫൈസുൽ അഹമ്മദിന്റെ വീട്ടുവളപ്പിലാണ് കൗതുക കാഴ്ചയായി വാഴക്കുല നിൽക്കുന്നത്. ആഫ്രിക്കൻ ഒച്ചുകയറി വാഴയുടെ കൂമ്പടിഞ്ഞതോടെ 3 മാസം മുൻപ് വീട്ടുകാർ മുറിച്ചുമാറ്റിയ തണ്ടിൽ നിന്നാണ് ഒരാഴ്ച മുൻപ് കുലച്ചത് കണ്ടത്. മുറിച്ച വാഴത്തണ്ടിൽ കാമ്പ് നിൽക്കുന്ന നടുഭാഗത്തു നിന്നാണ് കുല പുറത്തേക്ക് വന്നത്. ഏതാണ്ട് 12 പടലകൾ തണ്ടിൽ വിരിഞ്ഞ കുലയിലുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കുണിയൻ ശ്രീ പറമ്പത്ത് ഭഗവതി ക്ഷേത്രം മെയിൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു. ക്ഷേത്ര പരിസരത്ത് നടന്ന നടീൽ ഉദ്ഘാടനം കൃഷി ഓഫീസർ അനുഷ നിർവഹിച്ചു. കുണിയൻ ശ്രീ പറമ്പത്ത് ഭഗവതി ക്ഷേത്രം മെയിൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു. പ്രിസിഷൻ ഫാമിംഗ് രീതിയിലാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ 30 സെന്റിൽ തുടക്കമിട്ട കൃഷി വരും ദിവസങ്ങളിൽ വ്യാപകമാക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. പാവൽ, പയർ, വഴുതന, തക്കാളി, നരമ്പൻ, വെണ്ട എന്നിങ്ങനെ ഏതാണ്ട് എല്ലാ പച്ചക്കറികളും കൃഷി ചെയ്യുന്നു. കപ്പയും മറ്റും ബാക്കി വരുന്ന സ്ഥലത്തു കൂടി നട്ട് ഒരു മാതൃകാ പച്ചക്കറിത്തോട്ടമാക്കി മാറ്റുവാനാണ് കമ്മിറ്റിയുടെ ലക്ഷ്യം. ക്ഷേത്ര പരിസരത്ത് നടന്ന നടീൽ ഉദ്ഘാടനം കൃഷി ഓഫീസർ അനുഷ നിർവഹിച്ചു. നമുക്കറിയാം, എല്ലാവരും ഇങ്ങനെയുള്ള കൃഷി രീതികൾ യൂട്യൂബിലും അതുപോലെയെല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ നാട്ടിൽ ഇത്ര പ്രചാരത്തിൽ വന്നിട്ടില്ല. നമുക്കറിയാം, ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ വളപ്രയോഗമായാലും മനുഷ്യൻ അധ്വാനമായാലും അതുപോലെ സമയമായാലും എല്ലാം കുറച്ച് മതി. അതോടൊപ്പം എന്ത് കിട്ടും? നല്ല വിളവും കിട്ടും. ആ രീതിയിലാണ് നമ്മൾ ഈ കൃഷി രീതി
കാരണം ഇത്രയും വിശാലമായ ഒരു സ്ഥലത്ത് നമുക്ക് നല്ല രീതിയിൽ നല്ല വിജയത്തിൽ എത്തിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു പദ്ധതി സാധിക്കും. അപ്പോൾ അതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം അതൊരു കൂട്ടുത്തരവാദിത്വത്തോടു കൂടി ചെയ്യാൻ വേണ്ടി സാധിക്കണം. കാരണം നമ്മൾ അന്യനാട്ടിലുള്ള പച്ചക്കറികളെയൊന്നും ആശ്രയിക്കാതെ നമ്മുടെ പഞ്ചായത്തിൽ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികൾ തന്നെ ഇവിടെയുള്ള ഉത്സവത്തിനും അതുപോലെ നാട്ടിലും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന രീതിയിലേക്ക് ഈ പദ്ധതി കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. ചടങ്ങിൽ ഷൈജു പുതിയവരയിൽ അധ്യക്ഷനായി. ക്ഷേത്രം വെളിച്ചപ്പാടൻ ഗംഗാധരൻ വെളിച്ചപ്പാടൻ, കീനേരി ബാലകൃഷ്ണൻ, വിജയൻ മാസ്റ്റർ, കല്ലത്ത് രവീന്ദ്രൻ മാസ്റ്റർ, കൃഷി അസിസ്റ്റന്റ് ഉമാദേവി, സീമ, ശൈലജ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുഖം മറിച്ചെത്തിയ മോഷ്ടാവ് വയോധികയെ ആക്രമിച്ച 2.25 പവന്റെ സ്വർണമാല കവർന്നു. കോയിപ്ര പായത്താമ്പോലിലെ MB പാത്തുമ്മയെ ആക്രമിച്ചാണ് മാല കവർന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി പുതിയ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവരാനുള്ള ബിൽ അവതരിപ്പിച്ച് കേന്ദ്രം. VBG റാംജി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്ന ബിൽ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ലോക ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി സ്വർണം നേടി പ്രായം വെറും അക്കം മാത്രമാണെന്നും ശാരീരിക ക്ഷമത നിലനിർത്താൻ പ്രായം തടസ്സമല്ലെന്നും തെളിയിച്ചിരിക്കുകയാണ് എരമം സ്വദേശി NV മോഹൻദാസ്. ഗൾഫിൽ ജിം ട്രെയിനറായി ജോലി ചെയ്തു വരികയാണ് ഇദ്ദേഹം. ഓണക്കുന്ന് അടിപ്പാതയുടെ സർവീസ് റോഡിൽ നിന്ന് കുണിയനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം അപകടക്കെണിയൊരുക്കുന്നു. തിരക്കേറിയ ഈ ഭാഗത്ത് അപകടമില്ലാത്ത ദിവസങ്ങളില്ല. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.